അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ബാംഗ്ലൂർ പ്രകാശിലേക്ക് വന്നതാണ്. നമ്മുടെ പുതിയ ബസ്സിന്റെ പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നൗഫലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്. അതുകൊണ്ട് ബ്ലോക്കിന്റെ കാര്യം എങ്ങനെയായിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നല്ല രീതിക്ക് പെട്ട് നിൽക്കട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കിടന്ന് കളിച്ചു. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ബ്ലോക്ക് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബ്ലോക്കായിരുന്നു. എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പം മനസ്സിലായി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരു വണ്ടിപ്രാന്തൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. വേറെ എവിടെയല്ല, നമ്മുടെ പ്രകാശിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഈ ഒരു ഇക്കയാണ്, നമ്മുടെ ടീം ഗാലക്സീൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കയറുന്ന ആൾ. അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മുടെ പ്രകാശിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുതിയ ബസ് ഈ കിടക്കുന്നതാണ് നമ്മുടെ വയനാടിൻ്റെ പുതിയ ബസ്. ലൈലാൻഡിൻ്റെ ചേസിൽ സെഡസ്ത്ര ബോഡിയായിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി ഇറങ്ങും. ഇന്ന് വണ്ടി പെയിന്റിങ്ങിന് കയറും. അപ്പോൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാളുടെ സന്തോഷം കണ്ടോ, എൻ്റെ കൂടെ നടന്ന് അവളും വണ്ടി പിരാന്തിയായി. സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്, ഒരു ഭാഗത്ത് സങ്കടമുണ്ട്. കാരണം നമ്മുടെ പഴയ ബസ് ഞാൻ പറഞ്ഞല്ലോ കൊടുക്കുകയാണ്. എന്തായാലും ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഇറക്കുള്ളൂ കേട്ടോ. പിന്നെ വണ്ടിയുടെ എഡിഷൻ നെയിം എന്താണെന്ന് വെച്ച് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് സർപ്രൈസാണ്. ഓക്കെ.